ഷോലെ ബോളിവുഡിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ചിത്രം ഷോലെ ഇറങ്ങിയിട്ട് 2025 50 വർഷം തികയുന്നു. 1975 ഓഗസ്റ്റ് 15 ഇതിഹാസ ചിത്രം ഷോലെ പുറത്തിറങ്ങിയത്. എത്ര വിശേഷിപ്പിച്ചാലും മതിയാവാത്ത ചിത്രമാണ് ഷോലെ. അണയാത്ത കനൽത്തുണ്ട് എന്നാണ് ഷോലെ എന്ന വാക്കിൻ്റെ അർത്ഥം. അതെ, അണയാത്ത കനൽത്തുണ്ടായി ഷോലെ കഴിഞ്ഞ 50 വർഷമായി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. റിലീസ് ചെയ്ത ആദ്യ നാളുകളിൽ ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു ഷോലെ. പക്ഷേ മൂന്നാമത്തെ ആഴ്ച മുതൽ കനൽത്തുണ്ട് തിയേറ്ററിൽ ജ്വലിച്ചു കയറി. അടിയന്തരാവസ്ഥയുടെ പ്രക്ഷുബ്ധത നിറഞ്ഞു നിന്നിരുന്ന ഇന്ത്യയുടെ 28ാം സ്വാതന്ത്ര്യദിനത്തിലാണ് ഷോലെ പുറത്തിറങ്ങിയത്. പ്രണയകഥകൾ അരങ്ങുവാണ്ടിരുന്ന ബോളിവുഡിൽ നായകന്മാർ തമ്മിലുള്ള സൗഹൃദ കഥ പറഞ്ഞാണ് ചിത്രം വേഗത്തിൽ ഹിറ്റായി മാറിയത്. ധർമ്മേന്ദ്ര അവതരിപ്പിച്ച വീരു, അമിതാഭ് ബച്ചൻ്റെ ജയ് എന്നിവരുടെ സൗഹൃദം ഇന്ത്യയൊട്ടാകെ ആളിപ്പടർന്നു. അംജദ് ഖാൻ്റെ ഗബ്ബർ സിംഗ് എന്ന വില്ലൻ ഇതിഹാസ തുല്യനായി. ആളുകളുടെ ദൈനംദിന സംഭാഷണങ്ങളിലും ഈ സിനിമാ ഡയലോഗുകൾ കടന്നുകൂടി. ഹേമമാലിനിയുടെ ബസന്തിയും ജയഭാദുരിയുടെ രാധയും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായും ശോഭിച്ചു. സലീം ജാവേദ് തിരക്കഥയൊരുക്കിയ ഷോലെ സംവിധാനം ചെയ്തത് രമേഷ് സിപ്പിയാണ്. യുണൈറ്റഡ് പ്രൊഡ്യൂസേഴ്സ്, സിപ്പി ഫിലിംസ് എന്നീ ബാനറുകളിൽ GP സിപ്പിയാണ് സിനിമ നിർമ്മിച്ചത്. 3 കോടി രൂപയായിരുന്നു ബജറ്റ്. ഗബ്ബർ സിംഗ് എന്ന കൊള്ളക്കാരനെ പിടികൂടാൻ സഞ്ജീവ് കുമാർ അവതരിപ്പിച്ച ഠാക്കൂർ ബൽദേവ് സിംഗ് എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതും അതിനായി വീരു, ജയ് എന്നിവരുടെ സഹായം തേടുന്നതുമായിരുന്നു സിനിമയുടെ ഇതിവൃത്തം. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ 70mm ചിത്രം കൂടിയായിരുന്നു ഷോലെ. ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ വരുമാനമെന്ന റെക്കോർഡ് 19 വർഷത്തോളം ഷോലെയ്ക്കായിരുന്നു. പലതവണ ചിത്രം റിലീസ് ചെയ്തു. തുടർച്ചയായി 5 വർഷം ഷോലെ മുംബൈയിലെ മിനർവ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. 1976 ഷോലെയ്ക്ക് ലഭിച്ചത് മികച്ച എഡിറ്റിങ്ങിനുള്ള ഒരു ഫിലിം ഫെയർ അവാർഡ് മാത്രമാണ്. എന്നാൽ 2005 കഴിഞ്ഞ 50 വർഷത്തിനിടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയെന്ന ഫിലിം ഫെയർ ബഹുമതി സംവിധായകൻ രമേഷ് സിപ്പിയെ തേടിയെത്തി. RD ബർമൻ സംഗീതം നൽകിയ ഗാനങ്ങൾ വളരെ വേഗം ഹിറ്റായി മാറി. ഏ ദോസ്തി എന്ന് തുടങ്ങുന്ന ഗാനം ഇന്ത്യ ആഘോഷിച്ചു. കിഷോർ കുമാർ, മന്നാഡെ ടീമാണ് ഈ ഗാനം പാടിയത്. ഹവാ ഹവായ്, മെഹബൂബ് കി മൊഹന്തി തുടങ്ങിയ പ്രണയഗാനങ്ങളും ഹിറ്റായി. ഇന്ത്യൻ സിനിമയിൽ ഷോലെയുടെ പൈതൃകം ഇന്നും സമാനതകളില്ലാതെ തുടരുകയാണ്. ഷോലെ വെറുമൊരു സിനിമയല്ല, അരനൂറ്റാണ്ടായി തുടരുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാം.